നമസ്കാരം. ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഈ ചാനൽ എൻ്റെ ഒരു പുതിയ ശ്രമമാണ്. ആസ്ട്രോളജിയും ന്യൂമറോളജിയുമാണ് വിഷയം. സർവേശ്വരനിൽ ആത്മസമർപ്പണത്തോടെ ഞാൻ ആരംഭിക്കുന്നു. ജ്യോതിഷത്തിൽ എൻ്റെ ആദ്യ ഗുരുനാഥ ശ്രീ ത്രികാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ആചാര്യ കാർത്തി പ്രദീപ് മാമാണ്. മാമിൽ നിന്ന് ജ്യോതിഷഭൂഷണവും പ്രശ്നാചാര്യവും കരസ്ഥമാക്കി ശേഷം പരാശര ദശ ജ്യോതിഷ് ഫ്രം ഡോക്ടർ മഹേഷ് മങ്കർ സർ, നക്ഷത്ര സീക്രട്സ് ഫ്രം വൈഭവ് ഗുപ്ത സർ, ആസ്ട്രോ ഫൈനാൻസ് ഫ്രം ശിവം അഗ്രവാൾ സർ, ന്യൂമറോളജി ഫ്രം വിവേക് വാജ് സർ, കർമ്മ അലൈൻമെന്റ് ന്യൂമറോളജി ഫ്രം ഡോക്ടർ രോഹിത് സെത്തി സർ, ക്രിസ്റ്റൽ കോഴ്സ് ഫ്രം സബിത ഗുപ്ത മാം, BNN ഫ്രം പീയൂഷ് ഗോയൽ സർ, റെമഡി കോഴ്സ് ഫ്രം കൃതി സിംഗ് മാം. എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും തൃപ്പാദങ്ങളിൽ പ്രണാമം. ഞാൻ ജ്യോതിഷം പോലെയുള്ള ഒരു വിഷയവുമായിട്ട് ഒരു ചാനലിലൂടെ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ജ്യോതിഷം, ഈ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് പറയണമല്ലോ. അപ്പം നമുക്ക് ഇന്ന് ഞാനത് ഈ ജ്യോതിഷം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജ്യോതിഷം, ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് നോക്കാം നമുക്ക്. ആദ്യം എന്താണ് ജാതകം? അതായത് ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള ഗ്രഹങ്ങളുടെ രാശിമണ്ഡലത്തിലെ സ്ഥാനം, അതായത് ഏതേത് ഗ്രഹങ്ങൾ ഏതേത് രാശിയിൽ ഏതേത് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, അതാണ് ഗ്രഹനില അഥവാ ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നതായ ജീവിതയാത്ര എങ്ങനെയുള്ളതായിരിക്കാം, എന്തെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകേണ്ടതായി വരാം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ജാതകം എന്ന് പറയാം. അതായത് റൂട്ട് മാപ്പ് ഓഫ് ലൈഫ് എന്ന് പറയാം. ഇത് 21/5/2026 ഗ്രഹനിലയാണ്. 12 രാശികളും അതിൽ 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 21/5/26 ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത്. അതിൽ ആ കുട്ടി ജനിക്കുന്ന സമയം അനുസരിച്ചിട്ട് ലഗ്നം തീരുമാനിക്കപ്പെടും. ഇപ്പോൾ അതായത് ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയം സൂര്യന് അഭിമുഖമായി വരുന്ന രാശിയെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടി ജനിക്കുന്നത് സൂര്യോദയ സമയത്താണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൂര്യന് അഭിമുഖമായ രാശി എന്ന് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന രാശി തന്നെയാണ്. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി ഇതാണ്, ഇവിടെ ഈ രാശിയാണ്. അപ്പോൾ ഇവിടെ ലഗ്നം എന്ന് പറയുന്നത് ഇവിടെ വരും. സൂര്യൻ ഉദിക്കുന്ന സമയമാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ലഗ്നം വരുന്നത് ഈ രാശി, ഈ സൂര്യൻ നിൽക്കുന്ന രാശി തന്നെയായിരിക്കും. പിന്നീട് സമയം പോകുന്തോറും ലഗ്നം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അസ്തമയ സമയത്ത്, സൂര്യാസ്തമയ സമയത്താണ് ഒരു കുട്ടി ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വൃശ്ചികം രാശിയായിരിക്കും ലഗ്നമായിട്ട് വരിക. അങ്ങനെ കുട്ടി ജനിക്കുന്ന സമയം അനുസരിച്ച് അതിലെ ലഗ്നം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജാതകത്തിലെ പ്രധാന ഭാവം എന്ന് പറയുന്നത് ലഗ്നമാണ്. ലഗ്നമാണ് 1-ാം ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ 1-ാം ഭാവത്തിൽ തുടങ്ങി, അതായത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിലുമുള്ള നവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ സ്വഭാവം, പ്രവണതകൾ, ധനം, കുടുംബം, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ആരോഗ്യം, കർമ്മം, ദാമ്പത്യം, സാമ്പത്തികം എന്നിങ്ങനെയുള്ള മേഖലകളിലെ സാധ്യതകളും നേരിടേണ്ടതായ വെല്ലുവിളികളും എല്ലാം പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത്, ഒരാളുടെ ജാതകത്തിലെ നല്ല സാധ്യതകളെയും അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ആ ജാതകത്തിലെ നല്ല സാധ്യതകളെയും നല്ല സമയങ്ങളെയും മനസ്സിലാക്കി അയാളുടെ കർമ്മം, കരിയർ, ബിസിനസ്, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതേപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായ കാര്യങ്ങളെ പറ്റിയും സമയങ്ങളെ പറ്റിയും വെല്ലുവിളികളെ പറ്റിയും സൂചന നൽകി മുൻകരുതലുകൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തത് അലൈൻമെൻറ്റ്സ്, അതായത് ഗ്രഹയോഗങ്ങൾക്കനുസരിച്ചുള്ള ചില അലൈൻമെൻറ്റ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അത് ഞാനൊരു കുറച്ച് എക്സാമ്പിൾസിലൂടെ പറയാം.
അതായത് ഇപ്പോൾ ഒരു ജാതകത്തിൽ 4th ഹൗസ് അഫ്ലിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അയാളുടെ 12th ഹൗസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ ആ ജാതകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹോം സ്റ്റേറ്റിൽ അയാളുടെ ജോലിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേസമയം ദേശം വിട്ട് പോയാൽ, സ്വദേശം വിട്ട് വിദേശത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അത്തരം ജാതകങ്ങളിൽ നമ്മൾ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില ഗ്രഹയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജാതകത്തിലെ 8ാം ഭാവത്തിലേക്ക് കുജനും കേതുവും കൂടെയൊക്കെ യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് കർമ്മമായിട്ടോ ലഗ്നമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ല സർജൻ ആവാനുള്ള ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേസമയം അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്രോണിക് ആയിട്ടുള്ള സർജറിയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിനുള്ള സാധ്യത കുറയും. അതുപോലെ മറ്റൊരു യോഗമാണ് രവി കുജയോഗം എന്ന് പറയുന്നത്. രവി കുജയോഗവും കർമ്മവും 8ാം ഭാവം ലഗ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു പൊളിറ്റീഷ്യൻ ആവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ലൊരു ക്രിമിനൽ ലോയർ ആവാനായിട്ട് സാധിക്കും, നല്ലൊരു സർജൻ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം സാധ്യതകളെ അവിടെ പ്രയോജനപ്പെടുത്താം. അതേസമയം അങ്ങനെയല്ല, ഒരു നെഗറ്റീവ് സൈഡിൽ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദി നേതാവ് എന്നുള്ള രീതിയിലും നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ ലഗ്നത്തിൻ്റെയും ഗുരുവിൻ്റെയൊക്കെയും കൂടെ അവസ്ഥ പരിഗണിക്കണം എന്നുള്ളതുകൊണ്ട് ഏത് സൈഡിലേക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളത്. അപ്പം അത്തരം യോഗങ്ങളിൽ, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള യോഗങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ അലൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം പറയുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ വിവാഹ കാര്യം നോക്കുമ്പോഴേക്കും ദാമ്പത്യ അത്തരത്തിലുള്ള പൊരുത്ത പരിശോധനകൾ ചെയ്യുമ്പോഴേക്കും നക്ഷത്ര പൊരുത്തത്തിനും ഉപരിയായിട്ട് ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ വിവാഹത്തിൽ ദാമ്പത്യ സുഖം കുറവ് വിധിച്ചിട്ടുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദാമ്പത്യ സുഖം വിധിച്ചിട്ടുള്ള ഒരു ജാതകവുമായിട്ട് ചേർക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ആ ജാതകത്തിൽ നമ്മൾ സന്താന ഭാവം കൂടി നോക്കേണ്ടതുണ്ട്. ഒരു സന്താന ദുരിതം വിധിച്ചിട്ടുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സന്താന സൗഖ്യമുള്ള ഒരു ജാതകമാണ് ചേർക്കേണ്ടത്. രണ്ടിലും സന്താന ദുരിതം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള സാധ്യതകൾ അവിടെ കൂടുന്നതായിരിക്കും. സോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ ഒരാളുടെ ദശ മോശം ദശയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ ദശ നല്ല ദശയായിരിക്കുക. രണ്ടുപേർക്കും ഒരേ സമയം മോശം ദശകൾ വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊന്ന്, ദശാഗോചരങ്ങൾക്കനുസരിച്ചിട്ട് നല്ല സമയവും നല്ല സാധ്യതകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബെറ്റർ ജോബിന് സാധ്യതയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുക. ജോലിക്ക് പ്രശ്നം വരാൻ സാധ്യതയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതിന് വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക, സേഫായിട്ടിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. വീട് പണിയാനും ഒക്കെ യോഗമുള്ള ഒരു സമയമൊക്കെ വരുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്തുക, ആ സമയം അതിനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രക്കാർക്കും ഫേവറബിൾ ആയിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട്, ഫേവറബിൾ ആയിട്ടുള്ളതും ഫേവറബിൾ അല്ലാത്തതുമായ ചില നക്ഷത്രങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ളതായ ശുഭകാര്യങ്ങൾ ചെയ്യുന്ന സമയം നമ്മുടെ നക്ഷത്രത്തിന് ഫേവറബിൾ ആയിട്ടുള്ള നക്ഷത്ര ദിവസങ്ങളിൽ അത്തരം കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വിജയ സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ചില നക്ഷത്രങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില നക്ഷത്രങ്ങളെ വളരെ വിശേഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സിന് ഏറ്റവും നല്ല നക്ഷത്രമായിട്ട് പറയുന്ന ഒരു നക്ഷത്രമാണ് ഭരണി എന്ന് പറയുന്നത്. അപ്പോൾ IVF ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭരണി നക്ഷത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വിജയ സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരം സാധ്യതകളെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ വേറൊരു പ്രയോജനപ്പെടുത്തേണ്ട കാര്യം പറയുന്നത് ഇതിൻ്റെ ആക്ടിവേഷനാണ്. അതായത് ദുസ്ഥാന ദശാകാലത്ത് ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്നതായ ഗ്രഹങ്ങളുടെ ദശാകാലം, അല്ലെങ്കിൽ ദുസ്ഥാന അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലത്ത് നമ്മൾ ആ ഗ്രഹഭാവ സംബന്ധമായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ അത്തരമൊരു ആക്ടിവേഷൻ കൂടിയാണ് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങാനുള്ളതായ കാരണം എന്ന് പറയുന്നത്. അത് ഞാൻ ഈ ജാതകത്തിൻ്റെ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. ഇത് എൻ്റെ ജാതകമാണ്. മീനം ലഗ്നമാണ്. ഈ ലാ എന്ന് എഴുതിയിരിക്കുന്ന ലഗ്നമാണ് മീന ലഗ്നത്തിൽപ്പെട്ട ജാതകം. ഇപ്പോൾ ശുക്രദശ നടക്കുന്നു. മീന ലഗ്നത്തിന് ശുക്രൻ എന്ന് പറയുന്നത് 3-ാം ഭാവത്തിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 3ഉം 8ഉം ഭാവാധിപനായ ശുക്രൻ 3-ൽ നിൽക്കുന്നു. അതാണ് ദശാകാലം. ഈ ശുക്രന് ഇവിടെ ഈ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ശനി എന്ന് പറയുന്നത് 11ഉം 12ഉം ഭാവാധിപനാണ്, ഒപ്പം രോഗകാരകൻ കൂടിയാണ്. ഇതാണ് ഗ്രഹനിലയുടെ അവസ്ഥ. എല്ലാ ഗ്രഹങ്ങളും മാർക്ക് ചെയ്തിട്ടില്ല, നമുക്കിത് പറയാൻ വേണ്ടി മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇത്ര ഒരു ദശാകാലം വരുമ്പോഴേക്കും എന്തൊക്കെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 3-ാം ഭാവം. 3-ാം ഭാവമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൽഫ് എഫേർട്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, സ്ട്രഗിളിങ്, മീഡിയ, സഹോദരങ്ങൾ, ധൈര്യം, വീര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ 8-ാം ഭാവം. 8-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലെ ഏറ്റവും മോശം ഭാവമാണ് 8-ാം ഭാവം എന്ന് പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട ഭാവമാണ്. അപ്പോൾ 8-ാം ഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8-ാം ഭാവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അതായത് ഈ 8-ാം ഭാവമൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ അയാളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ ട്രാൻസ്ഫോർമേഷൻസിന് സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലും ആവാം. മേ ബി ഒരു പ്ലേസ് ചേഞ്ച് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ പെട്ടെന്ന് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ പെട്ടെന്നുള്ള പതനമാവാം, ഏറ്റവും താഴെ ഇരിക്കുന്ന ആളുടെ പെട്ടെന്നുള്ളൊരു ഗെയിനും ആവാം. ഇപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കുന്ന പോലെ നമ്മൾ ലോട്ടറി ഗെയിനൊക്കെ ചിന്തിക്കുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. അതേപോലെയുള്ളതായ സഡൻ ഗെയിൻസ് ഓർ ലോസസ് എന്നുള്ളതാണ്. പിന്നെ സഡൻ ഇവൻറ്റ്സ്, അതായത് എക്സ്പെക്റ്റഡ് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാണ് 8-ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നെ 8-ാം ഭാവത്തിൻ്റെ കാര്യങ്ങളാണ് ആയുസ്, മരണം, മരണതുല്യാവസ്ഥ, വിഘ്നങ്ങൾ, ആപത്തുകൾ, അപവാദങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ്, മറഞ്ഞു കിടക്കുന്ന രോഗങ്ങൾ, ഇതെല്ലാം 8-ാം ഭാവത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ്. പിന്നെ 8-ാം ഭാവത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ് ഗൂഢശാസ്ത്രം. ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് മിസ്റ്ററി. അതായത് ഗൂഢശാസ്ത്രം ചിന്തിക്കുന്നത്, ആസ്ട്രോളജി, ന്യൂമറോളജി പോലെയുള്ള ഗൂഢശാസ്ത്രം ചിന്തിക്കുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. കൂടാതെ റിസർച്ച് ചിന്തിക്കുന്നതും 8-ാം ഭാവം കൊണ്ടാണ്. പിന്നെ ഇൻഹെറിറ്റൻസ്, ടാക്സ്, ഇൻഷുറൻസ്, ഇതെല്ലാം 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദശാകാലം വരുമ്പോഴേക്കും ഇവിടെ ഈ പറഞ്ഞതായ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് ഇവിടെ ഈ ശനിയുടെ ദൃഷ്ടി ശുക്രന് 3-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യ സാധ്യത, ഞാൻ പറഞ്ഞു 8-ാം ഭാവം കൊണ്ട് ക്രോണിക് ഡിസീസസും നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ചിന്തിക്കുന്ന ഭാവം കൂടിയാണ്. ഇവിടെ ഇത് ശുക്രനാണ് 8-ാം ഭാവാധിപൻ. അപ്പോൾ പ്രധാനമായിട്ടും കിഡ്നി, യൂട്രസ്, ഇവിടെ തൊണ്ട, ലങ്സ്, കൈകൾ, ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ നമുക്കിവിടെ ചിന്തിക്കാം. കൂടാതെ ഇളയ സഹോദരങ്ങൾക്കുള്ള രോഗസാധ്യതയും ചിന്തിക്കാം. കാരണം 3-ാം ഭാവം എന്ന് പറയുന്ന ഇളയ സഹോദരങ്ങളുടെ ഭാവം കൂടിയാണ്. അപ്പോൾ ഇത് 8-ാം ഭാവാധിപനായതുകൊണ്ടും ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ടും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിനുള്ള സാധ്യത ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. 2 ആപത്തുകളും വിഘ്നങ്ങളൊക്കെ സാധ്യതയുണ്ട്. സോ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആലോചിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ജ്യോതിഷപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ 3, 8 ഭാവങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളായിട്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 3-ാം ഭാവം ഞാൻ പറഞ്ഞു, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് എഫേർട്ടൊക്കെ 3-ാം ഭാവമാണ്. 8-ാം ഭാവം ഗൂഢശാസ്ത്രവുമാണ്. അപ്പോൾ ഒരു ആസ്ട്രോളജർ അല്ലെങ്കിൽ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ അറിവുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും 8-ാം ഭാവത്തിൻ്റെ ഗൂഢശാസ്ത്രവും 3-ാം ഭാവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, മീഡിയ, ഈ കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ്. ഇപ്പോൾ മീഡിയയിലൂടെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുന്നു, ഓൺലൈൻ നെറ്റ്വർക്കിംഗ്, ഇതെല്ലാം 3ആണ്. അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് 3-ൻ്റെയും 8-ൻ്റെയും പോസിറ്റീവായിട്ടുള്ള ആക്ടിവേഷന് സഹായിക്കും. ഇനി റിസർച്ചൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ദശ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, സക്സസ് ആവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൈക്യാട്രിക്
ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരമൊരു ദശ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അങ്ങനെയുള്ള ആളുകൾക്കും ഈ ദശ വളരെ പ്രയോജനകരമാണ്. പിന്നെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് എഴുത്തിൻ്റെയും കൂടെ റൈറ്റിങ്ങിൻ്റെ ഭാവമാണ്. അപ്പോൾ ഈ കുറ്റാന്വേഷണ കഥകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു 8-3 കണക്ഷൻ വരുന്ന സമയത്ത് അത്തരം കഥകൾ എഴുതാനും പബ്ലിഷ് ചെയ്യാനും അതിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇനി 8ൻ്റെ ബന്ധമൊന്നും അവരുടെ പ്രൊഫഷനുമായിട്ടില്ല, വേറെയും പ്രൊഫഷൻസ് ഉണ്ട്, എല്ലാം പറയുന്നില്ല. അങ്ങനെ 8ൻ്റെ റിലേഷനൊന്നും ഇല്ലാത്തതായ പ്രൊഫഷനുമായിട്ട് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതും ഇപ്പം 3 കൂടെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ത്രൂ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതേപോലെ ഗുണശാസ്ത്രങ്ങൾ ഒക്കെ യൂട്യൂബിലൂടെ കണ്ട് അത് പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യാം. നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി പ്രിപ്പയർ ചെയ്യുക. അപ്പോഴൊക്കെ ഈ 8-3 കണക്ഷൻ വരുന്നതായ ദശാകാലങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടുള്ള ആക്ടിവേഷൻസ് സംഭവിക്കുകയും ആ നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് ആക്ടിവേഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജ്യോതിഷം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഞാനിന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. ജ്യോതിഷത്തിൻ്റെ ബേസിക്സ് അറിയില്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ജ്യോതിഷ പദങ്ങൾ ചിലപ്പോൾ മനസ്സിലായി കാണണമെന്നില്ല. അത് മുന്നോട്ട് പോകുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റേതായ പ്രസൻറ്റേഷനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിഹാരം കൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നത് മറന്നു പോകുന്നു, പഠിച്ചിട്ട് പോയാൽ എക്സാമിന് എഴുതാൻ ഓർമ്മ വന്നില്ല, എഴുതാൻ പറ്റിയില്ല, അങ്ങനെ ഓർമ്മക്കുറവിനുള്ള ഒരു ചെറിയൊരു പരിഹാരമാണ് പറയുന്നത്. അതായത് വാട്ടർ ചാർജിങ് എന്നുള്ളതാണ്. ബുധമന്ത്രം കൊണ്ട് വെള്ളം ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, ആ വെള്ളത്തിൽ നോക്കി 108 പ്രാവശ്യം ബുധമന്ത്രം ജപിക്കുക. ഓം ബും ബുധായ നമഃ എന്ന് മന്ത്രം ജപിക്കുക. അതിനുശേഷം ആ വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. അത് പേരൻസിന് ചെയ്തു കൊടുക്കാൻ പറ്റും. പേരൻസ് ഇങ്ങനെ വെള്ളത്തിൽ മന്ത്രജപം ചെയ്ത് ആ വാട്ടർ ചാർജ് ചെയ്തിട്ട് ആ വെള്ളം കുട്ടികളുടെ വാട്ടർ ബോട്ടിലാക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. അതേപോലെ എക്സാമിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇതേപോലെ വെള്ളം മന്ത്രം കൊണ്ട് ചാർജ് ചെയ്തിട്ട് ആ വെള്ളം കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു വിടുക, വാട്ടർ ബോട്ടിലിൽ കൊടുത്തു വിടുക. അപ്പം ഇങ്ങനെ സ്ഥിരം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബുധൻ്റെ മെമ്മറി എന്ന് പറയുന്നത്, ബുദ്ധശക്തി, ഓർമ്മശക്തി എന്നൊക്കെ പറയുന്നത് ബുധഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ്. ആ ബുധഗ്രഹം പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആവുകയും അവർക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരൻസൊക്കെ ഇത് ചെയ്തു കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.